Meet the editors. ഹലോ, ഗുഡ് ഈവനിംഗ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. സ്വാഗതം. മൂന്നാം സീറ്റിൽ നിലപാട് ഘടിപ്പിച്ച് ലീഗ്. സീറ്റില്ലെങ്കിൽ പരസ്യ പ്രതിഷേധത്തിനും UDF യോഗം ബഹിഷ്കരിക്കാനും ലീഗിൽ ആലോചന. രാജ്യസഭാ സീറ്റും നൽകാനില്ലെന്ന കോൺഗ്രസ് നിലപാടിന് പിന്നാലെയാണ് ലീഗിന്റെ നീക്കം. അധിക സീറ്റ് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകില്ലെന്നും തീരുമാനമെടുക്കാൻ വൈകുന്നത് ശരിയല്ലെന്നും PM സലാം റിപ്പോർട്ടറിനോട് പറഞ്ഞു. മൂന്നാം സീറ്റോ രാജ്യസഭാ സീറ്റോ എന്ന നിലപാടിലാണ് ലീഗ്. എന്നാൽ ഇത് രണ്ടും നൽകാനാകില്ലെന്ന കോൺഗ്രസ് നിലപാടാണ് ലീഗിനെ ചൊടിപ്പിച്ചത്. കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കേണ്ടതില്ല എന്നായിരുന്നു ആദ്യ നിലപാടെങ്കിൽ ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കും അനുരഞ്ജനത്തിനും ഇല്ലെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ നയം. സീറ്റില്ലാത്ത സാഹചര്യം ഉണ്ടാകില്ലെന്ന് തറപ്പിച്ചു പറയുകയാണ് ലീഗ് നേതൃത്വം. 25-ാം തീയതി ഞങ്ങൾ UDF ഉഭയകക്ഷി ചർച്ച കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ നടക്കുന്നുണ്ട്. അതിന് തീരുമാനമാവും. എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് അർഹതയുണ്ട്, പിന്നെ അത് കിട്ടൂലേ. ലോക്സഭാ സീറ്റില്ലെങ്കിൽ ജൂണിൽ ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റ് ലീഗിനെന്ന പ്രഖ്യാപനം ഇപ്പോൾ തന്നെ നടത്തണമെന്നാണ് ലീഗ് ആവശ്യം. മൂന്നാം സീറ്റിലെ ലീഗിന്റെ പരസ്യ പ്രതികരണങ്ങൾ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കാൻ കൂടി ലക്ഷ്യം വെച്ചാണ്. UDF യോഗ ബഹിഷ്കരണവും ഒറ്റയ്ക്ക് മത്സരിക്കുന്നതും ആലോചിക്കുമെന്ന വാർത്തകൾ കടുത്ത തീരുമാനങ്ങൾ എടുക്കുമെന്ന കോൺഗ്രസിനുള്ള ലീഗിന്റെ മുന്നറിയിപ്പാണ്. ആര് ആർക്ക് വഴങ്ങും എന്നതറിയാൻ ഇനി മണിക്കൂറുകൾ കൂടി കാത്തിരിക്കണം. അന്തിമ തീരുമാനം 25-ന് ചേരുന്ന ഉഭയകക്ഷി ചർച്ചയിൽ ഉണ്ടാകും. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ മലപ്പുറം. ചോദ്യം ഇതാണ്: ലീഗ് ഇടഞ്ഞു. ബാലകൃഷ്ണൻ, മൂന്നാം സീറ്റിനെ ചൊല്ലി UDF-ൽ വലിയ കടുത്ത നിലപാടിലേക്ക് ലീഗ് പോകുമെന്ന സൂചനയാണ് ഇന്ന് രാവിലെ PM സലാം നൽകിയത്. തുടർ പ്രതികരണങ്ങളിലും നമ്മൾ കാണുന്നത് ഇതുവരെയും പ്രശ്നം പരിഹരിച്ചിട്ടില്ല. 25-ാം തീയതി ഒരു ഉഭയകക്ഷി ചർച്ച നടക്കാനിരിക്കുന്നു. എന്താണ് സാധ്യത? ലീഗ് ഇടഞ്ഞോ? നോക്കൂ അരുൺ, 3 തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയ്ക്ക് അനുഭവിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിലൊന്നാമത്തത് ആഭ്യന്തര സമ്മർദ്ദമാണ്. ആഭ്യന്തര സമ്മർദ്ദം എന്ന് പറയുമ്പോൾ നമുക്കറിയുന്നത് പോലെ ലീഗിലെ ഈ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലത്ത് ലീഗിലെ അവസാന വാക്കെന്ന് പറയുന്നത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു. അവിടെ മറ്റൊരു വാക്കിന് പ്രസക്തിയില്ലായിരുന്നു. അത് സമസ്തയിലും അപ്രകാരമായിരുന്നു. അത്രയും സ്വാധീനം മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് സമസ്തയിലും ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ തങ്ങൾക്കെതിരായി ഉണ്ടായൊരു ആരോപണം കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു വലിയ സ്വാധീനം തങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം വരുമ്പോൾ നോക്കൂ, ഹൈദരാലി തങ്ങളിലേക്ക് വരുമ്പോൾ ഈ കുഞ്ഞാലിക്കുട്ടിയെ സൈഡ് ലൈൻ ചെയ്യുന്നതാണ് കാണുന്നത്. ഹൈദരാലി തങ്ങൾ കുറച്ചുകൂടി ശക്തനായിട്ട് ഈ കുഞ്ഞാലിക്കുട്ടിയുടെ സമ്മർദ്ദത്തിൽ നിന്നും മാറുന്നുണ്ട്. ഇപ്പോൾ അത് അഹമ്മദിനെ മലപ്പുറത്ത് സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യത്തിനകത്താണെങ്കിലും അബ്ദുൾ വഹാബിന് രാജ്യസഭാ സീറ്റ് കൊടുക്കുന്ന കാര്യത്തിനകത്താണെങ്കിലും പിൽക്കാലത്ത് KN ഖാദറിനെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുന്ന കാര്യത്തിനകത്താണെങ്കിലും ഒക്കെ ഹൈദരാലി തങ്ങൾ വളരെ സ്ട്രോങ് ആയി നിലപാടെടുക്കുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി. അപ്പോൾ ഈ 2 തങ്ങൾമാർക്ക് ശേഷമാണ് സാദിഖ് അലി തങ്ങൾ വരുന്നത്. സാദിഖ് അലി തങ്ങൾ വളരെ ശക്തനായൊരു നേതാവായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ശക്തമായ വിഭാഗീയത സംഘടനയ്ക്കുള്ളിൽ ഉണ്ടാകുന്നത്. അത് പലതരത്തിൽ പല ജില്ലാ കമ്മിറ്റികളുണ്ടായി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ ഈ KS ഹംസ പൊന്നാനിയിൽ മത്സരിക്കുന്നു. KS ഹംസ വലിയ വെല്ലുവിളിയാണ് നേതൃത്വത്തിനെതിരെ ഉയർത്തിയത്. അങ്ങനെയാണല്ലോ അദ്ദേഹം പുറത്തേക്ക് പോകുന്നത്. അദ്ദേഹം തൃശ്ശൂരിൽ ഈ പറയുന്ന പഞ്ചായത്തിലും മണ്ഡലത്തിലും ജില്ലയിലുമൊക്കെ കൗൺസിലറായി ജയിച്ചു വന്നയാളാണ്. കൗൺസിലർ എന്നാണ് അവരുടെ പദവിക്ക്. അവിടെ ജയിച്ചു വരികയും അതിനുശേഷം സംസ്ഥാന കൗൺസിലറായി വിജയിച്ചു വരികയും സംസ്ഥാന സെക്രട്ടറി ആവുകയും ചെയ്തയാളാണ്. അദ്ദേഹത്തെ വീണ്ടും പഞ്ചായത്തിലേക്ക് ഒതുക്കാൻ വേണ്ടി PM സലാം അയച്ചൊരു സർക്കുലർ പോലുമുണ്ട്. പക്ഷേ അതിനെയൊക്കെ കടന്ന് കോടതി വിധിയിലൂടെ അദ്ദേഹം മുന്നോട്ട് വന്നപ്പോൾ അവസാനം നിവർത്തികെട്ട് പുറത്താക്കേണ്ട ഒരു സ്ഥിതി വന്നു. ഇതൊന്നും മുസ്ലിം ലീഗിന് മുമ്പ് കണ്ടിട്ടുള്ള കാര്യങ്ങളല്ല. തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലാ കമ്മിറ്റികൾ ഇപ്പോൾ കൂടുന്നില്ല പല കാരണത്താലുള്ള വിഭാഗീയത കൊണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരു സംഘടന എന്ന നിലയ്ക്ക് നേതൃത്വം ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നുണ്ട് അവിടെ. ഇപ്പോൾ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി എന്ന് പറയുന്നത് MK മുനീറിൻ്റെയും KM ഷാജിയുടെയും നിയന്ത്രണത്തിലാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം ഈ ആഭ്യന്തര സമ്മർദ്ദം നേരിടുന്ന ലീഗ് അതിൻ്റെ നേതൃത്വത്തിൻ്റെ സ്വാധീനം ഉറപ്പിക്കണമെങ്കിൽ മൂന്നാം സീറ്റ് വേണം ലീഗിന്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ അസ്തിത്വത്തിൻ്റെ പ്രശ്നമാണ്. അതാണ് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഘടകം സമുദായത്തിൽ നിന്ന് അവർ അനുഭവിക്കുന്ന സമ്മർദ്ദമാണ്. പ്രത്യേകിച്ച് സമസ്തയുമായുള്ള വിയോജിപ്പ്. സമസ്തയിലൊരു വിഭാഗം ഇടതുപക്ഷവുമായി ചേരുന്നു, അല്ലെങ്കിൽ പിണറായി വിജയനുമായി കൂടുതൽ അടുക്കുന്നു എന്നൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നു. എന്ന് മാത്രമല്ല, ഈ പറയുന്ന ഏറ്റവും കൂടുതൽ അവർ നടത്തിയ പലസ്തീൻ റാലി പോലും അവർക്ക് ബുമറാങ് ചെയ്തു. ശശി തരൂരിൻ്റെ ഒരു സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ ഇസ്രായേലിനോടുള്ള മൃദുഭാവവും ഒക്കെ മനസ്സിലാക്കാതെ ശശി തരൂരിനെ പോലെ ആളെ കൊണ്ടുവന്നതിൻ്റെ പേരിൽ വലിയ ജനക്കൂട്ടത്തെ അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ പോലും അത് ബുമറാങ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. അതൊക്കെ തന്നെയും ഈ സമുദായത്തിനകത്ത് ലീഗ്
വേണ്ടത്ര കരുതലോടുകൂടിയല്ല പ്രവർത്തിക്കുന്നത് എന്നൊരു തോന്നലുണ്ടാക്കുന്നു. അതിനോടൊപ്പമാണ് ഈ പറയുന്ന സമസ്തയിലെ പ്രശ്നം. സമസ്തയിലെ പ്രശ്നം എന്താ അടിസ്ഥാനപരമായിട്ട്? അവിടെ ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് അധ്യക്ഷനായിട്ട് വന്നിരിക്കുന്നത്. തങ്ങളിൽപ്പെട്ട ഒരാൾ തന്നെയാണ് അവിടെ വരുന്നതെന്നുള്ളൊരു പ്രശ്നമുണ്ട്. സാദിഖ് അലി തങ്ങൾ താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള ഒരാളുമാണ്. അപ്പോൾ അവിടെ ഒരു മൂപ്പളമ തർക്കത്തിൻ്റെ പ്രശ്നം പോലുമുണ്ട്. ആ അർത്ഥത്തിൽ സമസ്തയിൽ ലീഗിനുണ്ടായിരുന്ന ഒരു ആധിപത്യവും പോകുന്നു. സമസ്ത ഒരു പരിധിയോളം ലീഗിനോട് അകലം പാലിക്കുന്നു. ആ അകലം പാലിക്കാനുള്ള സാഹചര്യം ആരാണ് കൂടുതലായിട്ടും ഉണ്ടാക്കുന്നത്? PMA സലാമാണ് ഉണ്ടാക്കുന്നത്. എല്ലാ തരത്തിലുള്ള വിവാദ പ്രസ്താവനകളും CMA സലാമിൽ നിന്ന് വരുന്നു. സാദിഖ് അലി തങ്ങൾ അതിനൊരു കടിഞ്ഞാനിടുന്നില്ല. അത്തരത്തിൽ അകൽച്ച വർദ്ധിക്കുന്നു. അത് സമുദായത്തിനകത്തുണ്ടാക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പം വീണ്ടും സാമുദായികമായൊരു സമ്മർദ്ദം വരുന്നു. അതാണ് രണ്ടാമത്തെ സമ്മർദ്ദം. അവിടെയും ഈ മൂന്നാം സീറ്റ് ഒരു പരിഹാരമാണ്. നോക്കൂ, നമ്മളുടെ എക്സിസ്റ്റൻസിനെ ഉയർത്തിപ്പിടിക്കുന്നു, നമ്മളുടെ സാന്നിധ്യത്തെയും നമ്മളുടെ അവകാശത്തെയും ഉയർത്തിപ്പിടിക്കുന്നു. നമുക്ക് നേട്ടമുണ്ടാകുന്നു എന്ന് വരുത്തി തീർക്കണമെങ്കിൽ മൂന്നാമത്തെ സീറ്റ് ആവശ്യമാണ്. മൂന്നാമത്തതായിട്ട് ഞാൻ സമ്മർദ്ദമായി കാണുന്നത് മുന്നണി സമ്മർദ്ദമാണ്. ഇപ്പോൾ നമുക്കറിയാലോ, UDF നേരത്തെയും രണ്ടാം കക്ഷി എന്ന് പറയുന്നത് ഈ ലീഗ് തന്നെയാണ്. ഇപ്പോൾ കേരള കോൺഗ്രസ് കൂടി പോയതോടുകൂടി ഒരു വലിയ ശക്തിയായിട്ട് ഇപ്പം UDF നിലനിർത്തുന്നത് യഥാർത്ഥത്തിൽ ലീഗിൻ്റെ വലിയൊരു ഉത്തരവാദിത്വമായി മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അവർ കമ്പയർ ചെയ്യുക സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ മുന്നണിയിൽ രണ്ടാം കക്ഷിയായി നിൽക്കുന്ന CPIക്ക് ലഭിക്കുന്ന 4 ലോക്സഭാംഗത്വം ആ അർത്ഥത്തിൽ പരിഗണിക്കപ്പെടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന, മുന്നണിയിൽ പോലും കോൺഗ്രസ് വേണ്ടത്ര പരിഗണന തരാതിരിക്കുന്ന ഒരു അവസ്ഥ ഒട്ടും തന്നെ ആ പാർട്ടിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, ഇത് നേരത്തെയും ഉണ്ട് കേട്ടോ, ഈ വാദം നേരത്തെയും ഉണ്ടെങ്കിൽ പോലും ആഭ്യന്തര സമ്മർദ്ദവും സാമുദായിക സമ്മർദ്ദവും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു നേതൃത്വത്തെ സംബന്ധിച്ച് ഈ മുന്നണിയിലുള്ള ഈ പറയുന്ന ഒരു വേണ്ടത്ര പരിഗണന ലഭിക്കാതിരിക്കുന്നു എന്ന സാഹചര്യവും പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഈ 3 കാരണങ്ങളാൽ മൂന്നാമത്തെ സീറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എല്ലാത്തിനും ഒരു പരിഹാരമാണ്. പറഞ്ഞാൽ ഈ നേതൃത്വം അതിൻ്റെ ശക്തി പ്രഖ്യാപിക്കുന്നതിന് ഗുണകരമാവുന്നൊരു കാര്യമാണ്. പക്ഷേ മൂന്നാമത്തെ സീറ്റ് എവിടെ? അങ്ങനെ ഒരു ചോദ്യമുണ്ടല്ലോ. അതിപ്പോൾ കാസർഗോഡ് നേരത്തെ കൊടുത്തിരുന്ന സീറ്റാണ്, അത് തിരിച്ചു കൊടുത്ത സീറ്റാണ്. കണ്ണൂർ KPCC അധ്യക്ഷനാണ് മത്സരിക്കുന്നതെങ്കിൽ അതിൻ്റെ മേലൊരു ക്ലെയിം വെക്കാൻ കഴിയില്ല. കോഴിക്കോട് രാഘവൻ തുടർച്ചയായി മത്സരിച്ച് വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം എന്നുള്ളതിലേക്ക് അവിടെയും പ്രശ്നങ്ങളുണ്ട്. വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ സാധ്യതയില്ല, വടകര സാധ്യതയില്ല. അപ്പോൾ എന്താ പ്രശ്നം? മൂന്നാമത്തെ സീറ്റ് എന്ന് പറയുന്നത് അവിടെ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. പക്ഷേ രാജ്യസഭാ സീറ്റ് ഉറപ്പിക്കാൻ കഴിയണം. അങ്ങനെയാണ് എങ്കിൽ 2 ലോക്സഭാ സീറ്റ് 2 രാജ്യസഭാ സീറ്റ് എന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന ഒരു മുഖം രക്ഷിക്കൽ അനിവാര്യമായ അവസ്ഥയിലേക്ക് ലീഗ് എത്തിയിട്ടുണ്ട്, ലീഗിൻ്റെ നേതൃത്വം എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്കും സാദിഖ് അലി തങ്ങൾക്കൊക്കെ അവരുടെ അധികാരത്തിൽ നിലനിർത്തണമെങ്കിലും PMA സലാമൊക്കെ അവരുടെ അധികാരം നിലനിർത്തണമെങ്കിൽ, അവരുടെ പ്രതിച്ഛായ സംരക്ഷിക്കണമെങ്കിൽ, മുസ്ലിം സമുദായത്തിൻ്റെ അവകാശത്ത് നേടുന്ന ഒരു നേതൃത്വമായി മാറണമെങ്കിൽ മൂന്നാം സീറ്റ് അനിവാര്യമായി വന്നിരിക്കുന്നു. ആ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യസഭാ സീറ്റെങ്കിലും കിട്ടുമോ എന്നുള്ളതാണ് അവർ നോക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ടൊരു കോംപ്രമൈസിലേക്ക് പോകേണ്ടി വരും. ഇപ്പോൾ ഡൽഹിയിലേക്ക് ഹൈക്കമാൻഡ് ആ ചർച്ച നടത്തും, അത് ഏറ്റെടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്തരം സൂചനകളാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഡൽഹിയിലേക്ക് പോവുകയും രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം വരികയും ചെയ്താൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കൂ. പ്രശ്നം സീരിയസ് ആണ്, ഗൗരവതരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അത് അവർ അഭിമുഖീകരിക്കുന്ന ആഭ്യന്തരവും സാമുദായികവും മുന്നണിപരവുമായ 3 സമ്മർദ്ദങ്ങളുടെ കാരണമായിട്ടാണ്. ഒരിടവേളയ്ക്കു ശേഷം വെൽക്കം ബാക്ക്. മീറ്റ് ദ എഡിറ്റേഴ്സ് തുടരുന്നു. ലീഗ് ഇടഞ്ഞോ എന്നാണ് പരിശോധിക്കുന്നത്. സ്മൃതി, ലീഗ് ഇടഞ്ഞിരിക്കുന്നു. ലീഗിന്റെ ആവശ്യം ന്യായവുമാണ്. ഇതിപ്പോൾ മുന്നണിക്കല്ല പാർട്ടിക്ക് സീറ്റ് കൂട്ടണമെന്ന നിലപാടാണ് കോൺഗ്രസ് എടുക്കുന്നത്. ഇത്തവണ പലതവണയും ഇത്തരം ചർച്ചകൾ വരുമ്പോൾ PK കുഞ്ഞാലിക്കുട്ടി ഒത്തുതീർപ്പിന് തയ്യാറാകുന്നു. അതായത് പാർട്ടിയിൽ മറ്റു നേതാക്കളുടെ നിലപാട് അല്ലെങ്കിൽ പാർട്ടി അണികളുടെ നിലപാടിന് വിരുദ്ധമായി ഒരു ഒത്തുതീർപ്പിന് കുഞ്ഞാലിക്കുട്ടി പോകുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള ഒരു പരാതി. പക്ഷേ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ വാചകങ്ങൾ തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. എന്താണ് നമ്മുടെ നിലപാട്? നേരത്തെ പറഞ്ഞതാണ്, അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു, മാറേണ്ട സാഹചര്യമില്ല എന്ന് തുറന്നു പറയേണ്ട സാഹചര്യം. അതെന്തുകൊണ്ടാണ്? അത് താഴെ തട്ടിൽ നിന്നാണ് ആ ആവശ്യം വന്നിട്ടുള്ളത് എന്നുള്ളതുകൊണ്ടാണ്. ഇത് നേതൃതലത്തിൽ നടന്ന ചർച്ചയിൽ പറയുന്ന കാര്യമല്ല. താഴെ തട്ടിൽ 3ാം സീറ്റിന് അവകാശവാദം ഉന്നയിക്കണമെന്ന കാര്യം വന്നിരിക്കുന്നു. അതാണ് ഈ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലാണ് കിട്ടിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന നിലപാടെടുക്കുന്നവർ കോഴിക്കോട് ഉണ്ട്. അത് കഴിഞ്ഞ ദിവസം MP നികേഷ് കുമാർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. 3ാം സീറ്റിന് ലീഗിന് അർഹതയുണ്ടെന്ന വാദത്തിൽ യുക്തിയുമുള്ളതാണല്ലോ. ഇപ്പോൾ നിയമസഭയിൽ ജയിച്ച മുന്നണിയിൽ 17 സീറ്റുള്ള CPക്ക് 4 ലോക്സഭാ സീറ്റ് LDF നൽകുന്നുണ്ട്. UDFന് 15 സീറ്റുണ്ടായിട്ടും ലീഗിന് കിട്ടുന്ന വെറും 2 സീറ്റ് മാത്രമാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്ക് ലീഗ് കേന്ദ്രങ്ങൾ ഇപ്പോൾ വ്യാപകമായി തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. 24% വോട്ട് നേടിയ ലീഗ് 2 സീറ്റിൽ ഒതുങ്ങുന്നു. 12% മാത്രം നേടിയ CPI ആകട്ടെ 4 സീറ്റ് നേടുന്നു എന്നുള്ള കാര്യം. മാത്രമല്ല 26% മുസ്ലിം വിഭാഗം ഈ കേരളത്തിലുള്ളത്. അവർക്ക് 15% മാത്രമാണ് പ്രാതിനിധ്യം എന്ന വാദവും ലീഗ് ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് ഇപ്പോൾ കേൾക്കാത്ത രൂപത്തിൽ പ്രതികരിക്കുന്നത് അത് പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ VD സതീശിൻ്റെ പ്രതികരണമായാലും അറിഞ്ഞില്ല, പറയുന്നില്ല എന്ന രൂപത്തിലാണ്. അപ്പോൾ പലതവണ ചർച്ച നടന്നിട്ടും ആ ചർച്ചയിൽ തീരുമാനമായിട്ടില്ല. മാത്രമല്ല ഗൗരവത്തോടെ അത് എടുക്കുന്നില്ല എന്നൊരു സമീപനം വരുന്നു. ഇത് കഴിഞ്ഞ കാലങ്ങളിൽ UDFൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും പുതിയ നേതൃനിര വന്നപ്പോൾ അല്ലെങ്കിൽ മാറിയ നേതൃനിര വന്നപ്പോൾ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ്. മുമ്പാണെങ്കിൽ അത് ലീഗ് നേതൃത്വത്തിനുമുള്ള പരാതിയാണ്.
പാണക്കാട്ടേക്ക് സാധാരണഗതിയിൽ കോൺഗ്രസ് നേതാക്കൾ പോകാറുണ്ട്. പലപ്പോഴായി പോകുന്നു. പല കാര്യങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെയൊക്കെ കാലത്ത് അങ്ങനെയാണ് പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിരുന്നത്. ഇപ്പൊ അവസാനവും സുധാകരനും സതീശനും കൂടെ പോയിരുന്നല്ലോ അത് പാലക്കാട്. പോയത് വളരെ കുറവാണ്. അതായത് ആ പരാതിക്ക് ശേഷമാണ്, പരാതി ഉന്നയിച്ചതിന് ശേഷമാണ് ആ പോക്കുണ്ടായത്. അപ്പോൾ മുമ്പ് അങ്ങനെയല്ല. മുമ്പ് ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. മാത്രമല്ല മുന്നണിയിലെ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലീഗും മുൻകൈ എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആ രൂപത്തിൽ പ്രവർത്തിച്ചിരുന്നു. അതിൽ ഒരു മാറ്റം വന്നിരിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നുണ്ട്. കേരളത്തിലെ നിലവിലെ സംഘടനാ ശക്തി പരിശോധിക്കുകയാണെങ്കിൽ CPM-നും BJP-ക്കും താഴെ യഥാർത്ഥത്തിൽ ലീഗാണുള്ളത്. സംഘടനാ ശക്തി നോക്കുമ്പോൾ കോൺഗ്രസും CPM ഒക്കെ അതിന് താഴെ വരുന്നു. കോൺഗ്രസ് എന്നുള്ളത് ഒരു സംഘടനാ ശക്തി എന്നതിനപ്പുറം ഒരു വികാരമായി നിലനിൽക്കുകയാണ്. അപ്പോൾ ആ രൂപത്തിൽ നോക്കുമ്പോഴും ലീഗിന് ശക്തിയുണ്ട്. രണ്ടാം ഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ ഈ മൂന്നാം സീറ്റ് എന്ന ആവശ്യം ലീഗ് പതുക്കെ പറഞ്ഞ് അത് ഉപേക്ഷിക്കുമെന്നാണ് കോൺഗ്രസ് കരുതിയിരുന്നത്. പക്ഷേ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന തീരുമാനത്തിൽ അവർ വരുന്നു. കുഞ്ഞാലിക്കുട്ടിയുടെ മനസ്സിൽ എന്താണെന്ന് അറിയില്ല. കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ അത് ഇങ്ങനെ അണികളുടെ ആവശ്യം അല്ലെങ്കിൽ എന്താണോ പാർട്ടിയുടെ ആവശ്യം എന്ന മട്ടിൽ പറയുന്നുണ്ട്. ചിലപ്പോൾ മനസ്സിലതായിരിക്കില്ല ഇപ്പോൾ അത് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ മൂന്നാം സീറ്റ് ഇപ്പോൾ ഏത് കൊടുക്കുമെന്നുള്ള പ്രശ്നമാണല്ലോ നിൽക്കുന്നത്. ഈ പറഞ്ഞ കണ്ണൂർ അവർ ആഗ്രഹിച്ചിരുന്നു. കണ്ണൂരിൽ സുധാകരൻ താൻ മത്സരിച്ചേക്കുമെന്ന സൂചന നൽകുമ്പോൾ കണ്ണൂരിൽ സാധ്യത മങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കേൾക്കുകയാണ് വയനാട് രാഹുൽ വന്നേക്കില്ല, അങ്ങനെയാണെങ്കിൽ ഹസ്സനാണെന്ന്. അപ്പോൾ രാഹുൽ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വയനാട് തരണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെയും പരിഗണിക്കപ്പെടില്ല എന്നുള്ള സാഹചര്യം വരുന്നത് ലീഗിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഇനി അതല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് നൽകേണ്ടത് തന്നെയാണ്. മുമ്പ് AK ആന്റണിക്ക് ഒഴിഞ്ഞു കൊടുത്ത സീറ്റ് അത് പലതവണ അവർ ആവശ്യപ്പെട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു മര്യാദ ലീഗിനോട് കാണിക്കേണ്ടതുണ്ട്. ലീഗിന് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനൊരു ആത്മവിശ്വാസമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. പ്രത്യേകിച്ച് മലബാറിൽ ലീഗിന്റെ സഹായമില്ലാതെ കോൺഗ്രസ് എങ്ങനെ ജയിക്കുമെന്നുള്ള കാര്യം കോൺഗ്രസും ആലോചിക്കേണ്ടതാണ്. പരസ്പര പൂരങ്ങളായി നിൽക്കേണ്ട പാർട്ടികളാണ്. അപ്പോൾ ആ രൂപത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. രാജ്യസഭാ സീറ്റ് ഇപ്പോൾ ഒഴിവ് വരികയാണെങ്കിൽ തന്നെ ഇനിയും ഞങ്ങൾക്ക് തന്നെ പാർട്ടിയിൽ കുറേ പേര് ക്യൂവിൽ നിൽക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വാദം. ഇപ്പോൾ ജെബി മേത്തറിനെയൊക്കെ കഴിഞ്ഞ തവണ വിടുമ്പോൾ പല മുതിർന്ന നേതാക്കളെയും തട്ടിമാറ്റിയിട്ടാണ് ജെബി മേത്തറിനെ കൊടുക്കുന്നത്. അപ്പോൾ അതൊരു ശരിയായ സമീപനമല്ല. ഇപ്പുറത്ത് ലീഗ് ആവശ്യപ്പെട്ടിരിക്കുന്ന രാജ്യസഭാ സീറ്റ് എന്ന അതിലേക്ക് ഒത്തുതീർപ്പ് വരുമായിരിക്കും. മൂന്നാം സീറ്റ് കൊടുക്കാൻ ഒരുപക്ഷെ പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ രാജ്യസഭാ സീറ്റ് കൂടി ആ വാഗ്ദാനം കൂടി അത് പരസ്യമായി പറയണമെന്നാണ് ലീഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ചെയ്തില്ല എങ്കിൽ ലീഗ് ചിലപ്പോൾ കുറച്ച് ഒരു ഉറച്ച നിലപാട്, ഉറച്ച പ്രതികരണം എടുക്കുക, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്ന രീതിയിലേക്ക് പോകും. അത് മുന്നണിക്കും ദോഷമാണ്, കോൺഗ്രസിനും ദോഷമാണ്, ലീഗിനും ദോഷമാണ്. അത് പരിഹരിക്കേണ്ടത് അവർ തന്നെ. തീർച്ചയായും നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതിൻ്റെ തുടർച്ചയായി നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സമ്മർദ്ദങ്ങളെക്കുറിച്ച് പറഞ്ഞു. ആഭ്യന്തര സമ്മർദ്ദമുണ്ട്, സമുദായ സമ്മർദ്ദമുണ്ട്, മുന്നണിയിലെ സമ്മർദ്ദമുണ്ട്. ഈ 3 സമ്മർദ്ദങ്ങളുടെ തുടർച്ചയായി ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ലീഗിൻ്റെ 3ാമത്തെ ലോക്സഭാ സീറ്റ് എന്ന ആവശ്യവും അതല്ലെങ്കിൽ 2ാമത്തെ രാജ്യസഭാ സീറ്റ് എന്ന ആവശ്യവും ന്യായമാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്താണ് രാഷ്ട്രീയ സാഹചര്യം? ആ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാവുന്നതുപോലെ ലീഗിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഏറ്റവും കൂടുതൽ MP-മാരെ പാർലമെൻറ്റിലേക്ക് എത്തിച്ചത് 5ാമത്തെ ലോക്സഭയിലാണ്. അത് 1971 മുതൽ 77 വരെയുള്ള അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലാണ്. 4 MP-മാർ. അതിൽ 2 പേർ കേരളത്തിന് പുറത്തുനിന്നായിരുന്നു. ഒന്ന് മൂർഷിദാബാദിൽ നിന്ന്, മറ്റൊന്ന് പെരിയാങ്കുളത്ത് നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്. ഇന്നും ലീഗിന് തമിഴ്നാട്ടിൽ നിന്ന് ഒരു MP ഉണ്ട്. അത് രാമനാഥപുരത്തു നിന്നാണ്, നവാസ് ഖാനി. അപ്പോൾ 2 പേർ കേരളത്തിൽ നിന്നും ഒരാൾ തമിഴ്നാട്ടിൽ നിന്നും അടക്കം 3 MP-മാരാണ് ലീഗിന് പാർലമെൻറ്റിലുള്ളത്, ലോക്സഭയിലുള്ളത്. നിർഭാഗ്യവശാൽ ഇന്ത്യൻ ജനതയുടെ 20% വരുന്ന ഒരു സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു സാമുദായിക രാഷ്ട്രീയ പാർട്ടിക്ക് 543 അംഗങ്ങളിൽ വളരെ കുറച്ച് അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് ലീഗിനാകെയുള്ളത് 3 അംഗങ്ങൾ മാത്രമാണ്. 1970-നേക്കാൾ കൂടുതൽ കലുഷിതമായൊരു രാഷ്ട്രീയ സാഹചര്യമാണ് 2024. അവിടെ അയോധ്യ അടക്കമുള്ള വിഷയങ്ങൾ, പൗരത്വ വിഷയമടക്കമുള്ള വിഷയങ്ങൾ, ഒപ്പം തന്നെ മുത്തലാഖ് അടക്കമുള്ള വിഷയങ്ങൾ, യൂണിഫോം സിവിൽ കോഡ് അടക്കമുള്ള വിഷയങ്ങൾ ലോക്സഭയിലും രാജ്യസഭയിലും പാർലമെൻറ്റിലും ഒക്കെ ചർച്ചയാവുന്ന ഘട്ടത്തിൽ ആ സമുദായത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു സമുദായ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ലീഗിന് ലോക്സഭയിൽ മികച്ച അംഗബലമുണ്ടാകേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ സെപ്പറേറ്റ് ഇലക്ട്രേറ്റിനെ കുറിച്ചുള്ള പഴയകാല ചർച്ചകളുണ്ടല്ലോ, അംബേദ്കറിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ. ആനുപാതിക പ്രാതിനിധ്യം ഓരോ സമുദായത്തിനും രാഷ്ട്രീയ തീരുമാനമെടുക്കുന്ന വേദികളിൽ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ആ സമുദായം ജനാധിപത്യത്തിൽ വിളക്കിച്ചേർക്കപ്പെടുകയുള്ളൂ. നിങ്ങൾ കോൺഗ്രസ് ലീഗിൻ്റെയോ മുസ്ലിം സമുദായത്തിൻ്റെയോ സ്വരമായി തീരുമെന്നുള്ള പ്രതീക്ഷിക്കാം. പക്ഷേ രാഹുൽ ഗാന്ധിയെ ഉത്തർപ്രദേശിൽ ശ്രീകൃഷ്ണനായിട്ട് വേഷം കെട്ടിക്കുന്ന കോൺഗ്രസിൽ നിന്ന് അത്തരമൊരു മതേതര സമീപനം ലീഗിനോ മുസ്ലിം സമുദായത്തിനോ പ്രതീക്ഷിക്കുക വയ്യ. അതുകൊണ്ട് കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്
കോഴിക്കോട് മണ്ഡലത്തിൽ വയനാട് മണ്ഡലത്തിൽ 45% വരുന്ന മുസ്ലിം സമുദായമുണ്ട് എന്നിരിക്കെ, അതിൽ ക്രിസ്ത്യൻ സമുദായം നേരത്തെ പറഞ്ഞതുപോലെ 13% താഴെ മാത്രമാണ് എന്നിരിക്കെ, അതിനെ മറികടക്കാൻ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും സുരക്ഷിതമായൊരു കോട്ടയായി വയനാടിന് കഴിയുമെന്നിരിക്കെ, രാഹുൽ ഗാന്ധി വരാത്ത സാഹചര്യത്തിൽ വയനാടിനോടുള്ള അവരുടെ ക്ലെയിം ലെജിറ്റിമേറ്റ് ആണ് എന്നതാണ് എൻ്റെ പക്ഷം. കാരണം അത് ഇതുവരെ വയനാട് സീറ്റ് ആ അർത്ഥത്തിൽ ലീഗിന് വിട്ടുകൊടുത്തിട്ടില്ല. ഒരു തവണ മാത്രം കാസർഗോഡ് ലീഗിനെ പരീക്ഷിച്ചിട്ടുണ്ട്, നെല്ലിക്കുന്നിനെ 98-ൽ. അതിനും അപ്പുറത്തേക്ക് മഞ്ചേരിക്കും പണ്ട് കാലത്താണെങ്കിൽ മഞ്ചേരിയായിരുന്നു, പിന്നീട് കോഴിക്കോടുണ്ട്, മഞ്ചേരി, കോഴിക്കോട്, പൊന്നാനി, ഇപ്പോൾ ആ മഞ്ചേരി മാറിയ മലപ്പുറം. ഇതല്ലാതെ മറ്റൊരിടത്തും ലീഗിനെ പരീക്ഷിച്ചിട്ടില്ല. അവിടെ വയനാട് എന്ന് പറയുന്നത് അവർ കണ്ടെത്തുന്നൊരു മേഖലയാണ്. അവിടെ അവർക്ക് സ്വാധീനമുണ്ട്, നിർണായകമായ വയനാട് രാഹുൽ ഗാന്ധി ജയിപ്പിക്കുന്നത് മുസ്ലിം ലീഗാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഗിൻ്റെ ഈ ക്ലെയിമിനൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. സമ്മർദ്ദം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ലീഗിൻ്റെ മൂന്നാമത്തെ സീറ്റിലുണ്ട് എന്നതാണ് എൻ്റെ പക്ഷം. ഇനി സാധ്യത ഏതൊക്കെയാണെന്ന് നോക്കൂ. 3 സീറ്റുകളാണ് സാധ്യത. അതിലൊന്ന് വയനാട്. വയനാട്ടിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞു കേൾക്കുന്നത് MM ഹസനോ അതല്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാനോ എത്തുമെന്നാണ്. എന്തിനാണ്? ലീഗിൻ്റെ ക്ലെയിമിനെ കൗണ്ടർ ചെയ്യാൻ. ഷാനിമോൾ ഉസ്മാനോ MM ഹസനോ വയനാട് വരുന്നതിനെ ലീഗ് അല്പം പോലും അംഗീകരിക്കുന്നില്ല, 1% പോലും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 25-ാം തീയതി നടക്കുന്ന ചർച്ച വളരെ നിർണായകമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രാഹുൽ ഗാന്ധി ഏകദേശം മണ്ഡലത്തിൽ വരേണ്ടതില്ല എന്ന തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നും അറിയുന്നു. കാരണം ഈ ചർച്ച നിലനിൽക്കുന്ന സാഹചര്യത്തിൽ. അതുകൊണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കാത്ത പക്ഷം MM ഹസനോ ഷാനിമോൾ ഉസ്മാനോ വയനാട് മത്സരിക്കുകയാണെങ്കിൽ അതിൽ ഇനി എന്ത് തീരുമാനമെടുക്കണം എന്നത് 25-ാം തീയതിയാണ് തീരുമാനിക്കുക. പക്ഷേ അപ്പോഴും നേതാക്കൾ സ്വപ്നം കാണുന്നു, അവർ മുന്നോട്ട് വെച്ചിട്ടില്ല എന്നാണ്. നമ്മളടക്കം ലീഗ് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു ക്ലെയിം കോൺഗ്രസിന് മുന്നിൽ വെച്ചിട്ടേ ഇല്ല രാജ്യസഭ എന്നുള്ളത്. അവർക്ക് രാജ്യസഭാ സീറ്റ് അല്ല ബോധറേഷൻ, ലോക്സഭാ സീറ്റാണ്. രാജ്യസഭാ സീറ്റ് ഇട്ടിട്ട് എന്ത് കാര്യം? വലിയ കാര്യമൊന്നുമില്ല. കാര്യം പലതും മണി ബില്ല് വഴിയാണ് കടന്നു വരുന്നത്. അവിടെ ചർച്ചയൊന്നും ചെയ്യാൻ കഴിയില്ല രാജ്യസഭയിൽ. അതുകൊണ്ട് അവിടെ മാത്രവുമല്ല 27 വരെ PV അബ്ദുൽ വഹാബ് ഉണ്ട് താനും. അപ്പോൾ രണ്ടാമത്തെ ഒരു രാജ്യസഭാ സീറ്റിനേക്കാൾ അപ്പുറം മൂന്നാമത്തെ ലോക്സഭാ സീറ്റാണ് നേരത്തെ പറഞ്ഞ സമ്മർദ്ദങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുയോജ്യമായത് എന്ന് ലീഗ് കണക്കാക്കുന്നു. അപ്പോൾ വയനാടാണ് ഒരു സാധ്യത. വയനാടില്ലെങ്കിലോ കോഴിക്കോടാണ് സാധ്യത. കോഴിക്കോട് പക്ഷേ രാഘവൻ നിൽക്കുന്നു. രാഘവനെ മറികടന്നുകൊണ്ട് ലീഗ് ആ സീറ്റ് കിട്ടിയ സാധ്യത. മൂന്നാമത്തേത് വടകരയായിരുന്നു. വടകരയിൽ 3 മണ്ഡലങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയത് 8% ലീഗിൻ്റെ വോട്ട് നിർണായകമാണ് വടകര. നാദാപുരം, കുറ്റ്യാടി, പേരാമ്പ്ര, ഈ 3 മണ്ഡലങ്ങളിലും ലീഗ് വളരെ നിർണായക ശക്തിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ ലീഗ് അത് വിട്ടു. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. അവിടെ മറ്റു കൊയിലാണ്ടി. അപ്പോൾ ഈ ബാക്കിയുള്ള 4 മണ്ഡലങ്ങളിലും ഹിന്ദു വോട്ടുകൾ വളരെ ക്രോഡീകരിക്കും എന്നുള്ളത് കൊണ്ട് ലീഗ് ആ ക്ലെയിം ഇപ്പോൾ വയ്ക്കുന്നില്ല. പക്ഷേ 2 ക്ലെയിം സജീവമാണ്. ഒന്ന് വയനാട്, മറ്റൊന്ന് കോഴിക്കോട്. ഇനി അതല്ലെങ്കിൽ ഒരെണ്ണം ഉണ്ട്, അത് കോൺഗ്രസിൻ്റെ മനസ്സിലുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ആലപ്പുഴ നൽകി ഇതിലൊരു ഒത്തുതീർപ്പിലേക്ക് പോകാം. കാര്യം നേരത്തെ PMA സലാം ഈ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ്റെ ഒരു വാർഷിക സമ്മേളനത്തിൽ പ്രസംഗിക്കവേ ആലപ്പുഴയിലെ സീറ്റും ചിലപ്പോൾ തങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊരു സൂചന നൽകിയതിലൊരു ക്ലൂ കോൺഗ്രസിന് അവിടെയുണ്ട്. അതല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് വയനാട് സീറ്റ് രാഹുൽ ഗാന്ധി മത്സരിക്കാത്ത പക്ഷം, ലീഗിന് വിട്ടുകൊടുക്കാത്ത പക്ഷം തീർച്ചയായും രാജ്യസഭാ സീറ്റ് കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അത്രമേൽ കടുത്ത പ്രതിഷേധമാണ്. പക്ഷേ UDF ബഹിഷ്കരിച്ച് വിട്ടുപോവുക, ഒറ്റയ്ക്ക് മത്സരിക്കുക, അതുണ്ടാവില്ല എന്ന് തന്നെ ഞാൻ കണക്കാക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ ഭാഗമായി തന്നെ ലീഗ് മത്സരിക്കും. പക്ഷേ ലീഗ് തങ്ങളുടെ ക്ലെയിം ശക്തമായി തന്നെ അവതരിപ്പിക്കും. അവസാന നിമിഷം വരെയും സമ്മർദ്ദം ചെലുത്തും എന്നാണ് എൻ്റെ പക്ഷം. നികേഷ് കുമാർ. അരുൺ, ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് തുടങ്ങിയാൽ, നേരത്തെ ഇത് മുസ്ലിം ലീഗ് നേതാക്കൾ കൈകാര്യം ചെയ്യേണ്ട വിഷയമായിരുന്നു. ഇപ്പോൾ ഇത് ലീഗ് അണികളിലേക്ക് ഇത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ നേതാക്കൾക്ക് കൈകൊടുത്ത് പിരിയാവുന്ന വളരെ ലഘുവായിട്ടുള്ളൊരു വിഷയമായി ചുരുക്കരുത് ആ വിഷയം. കുറച്ചുകൂടി ഗൗരവമുള്ള വിഷയമാണ്. നമുക്ക് നേരത്തെയൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലീഗിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുമായിരുന്നു. ലോക്സഭയിൽ ഞങ്ങളാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആകേണ്ടത്, അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ സ്ഥലങ്ങളിൽ ജയിക്കാൻ സാധ്യതയുള്ള കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളെ മത്സരിക്കാൻ അനുവദിക്കണമെന്ന് ലീഗ് അത് സമ്മതിച്ചു കൊടുക്കാറുണ്ടായിരുന്നു സാധാരണഗതിയിൽ. ഈ 2024 വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? അന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ 2019 വരെയെങ്കിലും ലീഗിനെ കോൺഗ്രസിനെ ജയിപ്പിച്ച് വിട്ടാൽ മതിയായിരുന്നു. കാരണം മതേതര വിഷയങ്ങൾ ഏറ്റവും നന്നായി അവതരിപ്പിക്കാൻ കഴിയുന്നത് കോൺഗ്രസിനാണ് എന്ന് അണികളെ ബോധ്യപ്പെടുത്താൻ കഴിയുമായിരുന്നു. പക്ഷേ ഇന്ന് അത് സാധ്യമല്ല എന്നുള്ളതാണ്. ഇപ്പോൾ 2014 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ മോദിയുടെ നിലപാട് എന്താണ്? മോദി വളരെ അഗ്രസീവായിട്ടുള്ള ഹിന്ദുത്വ നിലപാടിലേക്കൊന്നും പോയിരുന്നില്ല. കോൺഗ്രസും ആ നിലയിൽ ആ ഹിന്ദുത്വ പൊളിറ്റിക്സിനെ പ്രതിരോധിക്കേണ്ട വലിയ ചുമതല ഏറ്റുവാങ്ങിയിരുന്നില്ല.
പക്ഷേ 2019-24 കാലഘട്ടത്തിലേക്ക് വന്നാൽ മുത്തലാഖ്, 370, പൗരത്വ വിഷയങ്ങൾ, ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളിലൊക്കെ തന്നെയും വളരെ അഗ്രസീവായിട്ടുള്ള ഹിന്ദുത്വ നിലപാടുമായിട്ട് മോദി സർക്കാർ പോവുകയാണ്. അപ്പോൾ അവിടെ കോൺഗ്രസിൻ്റെ നിലപാടൊന്നും പരിശോധിച്ച് നോക്കൂ. കോൺഗ്രസ്സിന് അതിനെ ഒരു മതേതര പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് എതിർക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഈ ന്യൂനപക്ഷ മതേതര പ്ലാറ്റ്ഫോമുകളിൽ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനമാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ലീഗ് പറയുകയാണ് കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകട്ടെ, അല്ലെങ്കിൽ കോൺഗ്രസ് മതേതര നിലപാട് പാർലമെൻറ്റിൽ എടുത്തോളും എന്ന് പറയുകയാണെങ്കിൽ അത് വിശ്വസിക്കാൻ ഇവിടുത്തെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ തയ്യാറല്ല, ലീഗണികൾ തയ്യാറല്ല എന്നുള്ളതാണ്. അപ്പോൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക്, കോൺഗ്രസ് മാത്രമല്ല മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്തരം വിഷയങ്ങളിൽ ന്യൂനപക്ഷങ്ങളുടെ ശബ്ദം ഉയർത്തിപ്പിടിക്കാൻ പാർലമെൻറ്റിലാകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ന്യൂനപക്ഷ പാർട്ടികൾ തന്നെ യഥാർത്ഥത്തിൽ പാർലമെൻറ്റിലേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ള ആവശ്യം ഉയരുന്നത് ലീഗ് നേതാക്കളിൽ നിന്നല്ല, ലീഗ് അണികളിൽ നിന്നു പോലുമല്ല, മുസ്ലിം ബഹുജന സാമാന്യത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് നോക്കൂ, കഴിഞ്ഞ ദിവസം സുപ്രഭാതം ദിനപത്രത്തിലെ എഡിറ്റോറിയൽ പേജിൽ ഇക്ബാൽ വാവാട് എന്ന് പറഞ്ഞ ആൾ എഴുതിയ ലേഖനത്തിൻ്റെ ഒരു 3 വരി ഞാൻ വായിക്കാം. അത്തരത്തിൽ ഒരു സാധ്യതയിലേക്ക് പോയാൽ, അതായത് മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു സാധ്യതയിലേക്ക് പോയാൽ ചരിത്രത്തിൽ പുതു അധ്യായം രചിക്കുന്നതിനപ്പുറം അർഹമായത് നേടിയെടുക്കാൻ ലീഗ് മുൻഗാമികൾക്കൊപ്പം എന്ന ഖ്യാതിയും ലഭിക്കും. കോൺഗ്രസിന് വേണ്ടി പ്രചാരണം നടത്താനും അവരുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനും രാഹുൽ ഗാന്ധിയെ പോലുള്ളവർക്ക് സ്വീകരണം നൽകാനുമുള്ള ടീമായി മാത്രം ലീഗ് ചുരുങ്ങിയാൽ അതൊരു രാഷ്ട്രീയ പ്രചരണ ബോഡിയായി മാത്രം മാറും, പാർട്ടിയുടെ സ്വത്വം അന്യമാവുമെന്നാണ്. കേരളം വിട്ടാൽ നിറം മാറുന്ന കോൺഗ്രസ് മുസ്ലിം വിഷയങ്ങളിൽ ഏതു പരിധിവരെ ഇടപെടുമെന്നത് ബാബറി മസ്ജിദ് അടക്കമുള്ള സമീപ സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മുസ്ലിം പ്രശ്നങ്ങളിൽ കൃത്യമായി ഇടപെടാനും ശബ്ദമുയർത്താനും പ്രതിനിധികൾ ഉണ്ടാകേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണ്, അത് പ്രധാന ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ്. അവിടെയാണ് ഇത് സമസ്തയുടെ ആവശ്യമായി വരുന്നത്, മുസ്ലിം സാമാന്യത്തിൻ്റെ ആവശ്യമായി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നമ്മൾ നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ചു, ഒരിക്കൽ പോലും മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കാനോ അല്ലെങ്കിൽ ഒരു സൗഹൃദ മത്സരത്തിനോ സാധ്യതയില്ല എന്നുള്ളത്. പക്ഷേ ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ തയ്യാറായിട്ടില്ല എങ്കിൽ ഒരു സമുദായ സ്വത്വം നഷ്ടപ്പെടും എന്നുള്ള ചിന്താഗതി അവിടെ വളർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. നിങ്ങൾ മത്സരിക്കുവോ ഇല്ലയോ എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം തീരുമാനമാണ്. പക്ഷേ മുസ്ലിം സ്വത്വം ചിന്തിക്കുന്നത് നിങ്ങൾ എവിടെ നിൽക്കുന്നു, നിങ്ങൾ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ എവിടെ നിൽക്കുന്നു എന്ന് തിരിച്ചറിയണം എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ വടകര, അതുപോലെ തന്നെ കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, പൊന്നാനി, മലപ്പുറം എന്നീ ലോക്സഭാ സീറ്റുകളിൽ മത്സരിച്ചാൽ എന്തായിരിക്കും കേരളത്തിൽ കോൺഗ്രസിൻ്റെ വോട്ട് ശതമാനം, ലീഗിൻ്റെ വോട്ട് ശതമാനം എന്നത് സംബന്ധിച്ച ഒരു സ്വതന്ത്ര പരിശോധന സമീപകാലത്ത് നടന്നിട്ടില്ല. അപ്പോൾ മലബാറിൽ നമുക്കറിയാവുന്നതുപോലെ കാസർഗോഡ് നിന്ന് പാലക്കാട് വരെ എടുത്താൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി UDFിലെ ഒറ്റക്കക്ഷി ലീഗാണ്. ഒരു ഘട്ടത്തിൽ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്, ജയിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിലും പറക്കുന്നത് ലീഗിൻ്റെ കൊടിയാണ് എന്ന്. അത്ര ആത്മവിശ്വാസം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസ് മത്സരിക്കുന്ന നിയമസഭാ സീറ്റുകളിൽ സ്ട്രൈക്ക് റേറ്റ് എത്രയാണ്, ലീഗ് മത്സരിക്കുന്ന നിയമസഭാ സീറ്റുകളിൽ സ്ട്രൈക്ക് റേറ്റ് എത്രയാണ്? 15. അപ്പോൾ അത് ഇപ്പോൾ CPMൻ്റെ സ്ട്രൈക്ക് റേറ്റും CPIയുടെ സ്ട്രൈക്ക് റേറ്റും നോക്കിയാൽ ഇപ്പോൾ ലീഗിൻ്റെ സ്ട്രൈക്ക് റേറ്റുമായി ചേർന്ന് നിൽക്കും. പക്ഷെ അത് ഭരണത്തിൽ വരുമ്പോഴാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിലാണെങ്കിലും പ്രതിപക്ഷത്തിലാണെങ്കിലും സ്ട്രൈക്ക് റേറ്റ് ഉയർന്നതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ തന്നെ മുഴുവൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു പരിശോധന നടത്താനുള്ള സമയമായി എന്ന ചിന്താഗതി ആ പാർട്ടിക്കുള്ളിലുണ്ട്. ആ ചിന്താഗതി ഒരു സംഘടനാ തീരുമാനമായി വരുമോ എന്ന കാര്യം എനിക്കറിയാം. സുജയ, ലീഗ് കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നേതാക്കൾക്ക് മാത്രമായി ഒരു മുന്നണി മാറാൻ കഴിയില്ല. അണികളെയും വിശ്വസിപ്പിച്ച് ഒപ്പം പടിയിറക്കണമെന്നുണ്ടെങ്കിൽ അണികളെയും വിശ്വസിപ്പിക്കാനായിട്ടുള്ളൊരു മെക്കാനിസം വേണം.
മുന്നണി മാറ്റത്തിനുള്ള ഒരു നിലമൊരുക്കലാണ് 2024 തെരഞ്ഞെടുപ്പിന് മുൻപ് 3-ാം സീറ്റ് എന്ന ആ വാചകത്തിൽ പിടിച്ചുകൊണ്ട് 3-ാം സീറ്റ് കിട്ടില്ലെന്ന് ലീഗിനറിയാം. ഇപ്പോൾ ചോദിച്ചിട്ട് കാര്യമില്ലെന്നറിയാം. UDF തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നും അറിയാം. കാരണം ഉഭയകക്ഷി ചർച്ചകളൊന്നും അതിനുശേഷം നടക്കുന്നത് നമ്മൾ കാണുന്നില്ല. അപ്പോൾ 2026 മുന്നോടിയായി ഇടതുപക്ഷത്തേക്ക് ചായാനായിട്ടുള്ള നേതാക്കളിൽ ചിലരുടെ മനസ്സ് അത് അവർ കൃത്യമായി അണികളെ കൂടി ബോധ്യപ്പെടുത്താതെ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയില്ല എന്ന തിരിച്ചറിവിലെത്തുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു നിലമൊരുക്കലാണ്. പിന്നെ ഇന്ന് മന്ത്രി പി രാജീവ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം മുസ്ലിം ലീഗ് ഒരു 3-ാം സീറ്റിന് യാചിച്ച് താണു വീണ് കേണിങ്ങനെ അപേക്ഷിച്ച് തുടരേണ്ട ആവശ്യമുണ്ടോ? കാരണം ലീഗ് ജയിക്കുന്ന 2 സീറ്റും ലീഗിന്റെ മെറിറ്റിൽ കിട്ടുന്ന സീറ്റുകളാണ്, അല്ലാതെ കോൺഗ്രസ് വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന സീറ്റുകളല്ല. ലീഗിന്റെ ഓൺ മെറിറ്റിൽ അവർ ജയിക്കുന്നതാണ് അവർക്കിപ്പോൾ കൊടുത്തിരിക്കുന്ന 2 സീറ്റുകളും. അതപ്പോൾ ആരും കൊടുത്തതല്ല, അത് അവരുടേതാണ്. ആ 2 സീറ്റുകളും മലപ്പുറവും പൊന്നാനിയും ലീഗിന്റെ സീറ്റുകളാണ്. അവിടെ ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞാലും ഇല്ലെങ്കിലും ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാലും ലീഗ് ആ 2 സീറ്റിലും ജയിക്കും. പിന്നെ 3-ാമത്തെ ഒരു സീറ്റായി വയനാട് കൊടുക്കുന്നത് കൊണ്ട് കോൺഗ്രസിന് അവിടെ എന്താണ് സംഭവിക്കുക, എന്ത് നഷ്ടമാണ് സംഭവിക്കുക എന്ന് ലീഗ് ചോദിക്കുമ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ രാഹുൽ ഗാന്ധിക്ക് റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് എത്തിച്ചത് കോൺഗ്രസ് ഒറ്റയ്ക്കാണോ? അല്ല, ലീഗിന്റെ മെക്കാനിസമാണ് അവിടെ നടന്നത്. അപ്പോൾ കോൺഗ്രസിന് വേണ്ടി കോൺഗ്രസിന്റെ വോട്ട് വിഹിതം ഉയർത്താൻ, UDFന്റെ സീറ്റെണ്ണം കൂട്ടാൻ, അതിനെല്ലാം ലീഗ് കഷ്ടപ്പെട്ട് പണിയെടുക്കണം. എന്നാൽ ലീഗ് തങ്ങൾക്ക് ആനുപാതിക പ്രാതിനിധ്യം വേണം, CPIക്ക് കൊടുക്കുന്നത് പോലെ അത്രയും വേണ്ട, 3-ാമതൊരെണ്ണമാണ് ചോദിക്കുന്നത്. CPIക്ക് 4 ഉള്ളപ്പോഴാണ് ലീഗ് ഇവിടെ 3-ാമത്തേതിൽ ഇങ്ങനെ കേണുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ തവണയല്ലല്ലോ, പല തെരഞ്ഞെടുപ്പായി ലീഗ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പരിഗണിക്കേണ്ടിയിരുന്നത് കോൺഗ്രസ് നേതൃത്വമാണ്, അതവർ ചെയ്തിട്ടില്ല. അപ്പോൾ 3-ാം സീറ്റില്ല. പിന്നെ രാജ്യസഭാ സീറ്റ്, ജൂലൈയിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിനെ കുറിച്ചൊന്നും കോൺഗ്രസ് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഒരു രാജ്യസഭാ സീറ്റും കൊടുക്കാതെ വരുമ്പോൾ അത് കൂടുതൽ ലീഗിനെ ചൊടിപ്പിക്കും. ചൊവ്വാഴ്ച നടന്ന പാണക്കാട്ടെ നേതൃയോഗം, ആ നേതൃയോഗത്തിൽ സാദിഖ് അലി തങ്ങളുണ്ട്, PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ, MP അബ്ദുൽ സമദ് സമദാനി, PMA സലാം, ഈ നേതാക്കൾ എല്ലാവരും കൂടി എടുത്ത തീരുമാനം അത് പുറത്തിറങ്ങി വന്ന് PK കുഞ്ഞാലിക്കുട്ടി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലുണ്ട്. എല്ലാ തവണയും ചോദിച്ചതുപോലെയല്ല, ഇത്തവണ തരുമോ എന്ന് നോക്കാം, ഇല്ലെങ്കിൽ അടുത്ത നടപടിയിലേക്ക് കടക്കാം എന്ന ഒരു സ്ട്രോങ് മെസ്സേജ് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ ഉണ്ടായിരുന്നു ആ പ്രതികരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തുമ്പോൾ. അപ്പോൾ ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് 25-ാം തീയതി മറ്റന്നാൾ ഞായറാഴ്ച കൊച്ചിയിൽ ചേരുന്ന UDFന്റെ യോഗമുണ്ട്. ആ യോഗത്തിന് ശേഷം ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് ലീഗ് പോകും എന്നൊക്കെ കരുതുന്നവരുണ്ട്. എന്തായാലും ലീഗിന് പ്രതിഷേധമുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അവർ അതെങ്ങനെയാണ് പ്രകടിപ്പിക്കുക എന്നത് ഞായറാഴ്ചത്തെ യോഗത്തിന് ശേഷമായിരിക്കും വ്യക്തമാവുക. ഞായറാഴ്ചത്തെ യോഗത്തിൽ കോൺഗ്രസ് ഇതേ നിലപാടെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇനിയും നാണം കെട്ട് തുടർന്നിട്ട് എന്ത് കാര്യം? കാരണം നാട് മുഴുവൻ ലീഗിന്റെ 3-ാം സീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളടക്കം ഇരുന്ന് ചർച്ച ചെയ്യുകയാണ്. എന്നിട്ടും ചോദിച്ചു കിട്ടിയില്ല എന്ന് പറഞ്ഞ് എല്ലാ തവണത്തെയും പോലെ ഇളിഭ്യരായി നിൽക്കാൻ ലീഗിനെ ഇനി കിട്ടുമോ എന്നുള്ളത് അത് കണ്ടറിയേണ്ട കാര്യമാണ്. അണികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് LDFിലേക്ക് പോയാൽ കിട്ടുന്ന മെച്ചത്തെക്കുറിച്ച് അവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. കാരണം LDFിലേക്ക് പോയാൽ അനൗപചാരികമായി നടക്കുന്ന ചർച്ചകളിൽ കേൾക്കുന്നത് 4 ലോക്സഭാ സീറ്റ്, അതോടൊപ്പം തന്നെ 2026 30 നിയമസഭാ സീറ്റ്. അത് 30-ൽ ലീഗിന്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് വെച്ച് എത്രയെണ്ണം ജയിക്കാൻ കഴിയും, അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെ ഒരു സംഘടനാ സംവിധാനം കൂടി ചേരുമ്പോൾ എന്നതും പ്രസക്തമായ കാര്യമാണ്. അപ്പോൾ 4+30 എന്ന് പറയുന്നത് നല്ലൊരു ഓഫറാണ്. ലീഗ് ആലോചിക്കുമ്പോൾ നല്ലതല്ലേ? ഇവിടെ 3-ാം സീറ്റ് ചോദിച്ച് ഇങ്ങനെ പിന്നാലെ നടക്കണം, എന്നാലും തരില്ല, അർഹതയുണ്ടെങ്കിലും കൊടുക്കില്ല. ഈ പിടിവാശി എന്തിനാണ്? UDFനല്ലേ സീറ്റെണ്ണം കൂടുന്നത്, അല്ലാതെ കോൺഗ്രസിന് മാത്രം ലീഗിന് മാത്രം അങ്ങനെയല്ല. പിന്നെ മുസ്ലിം പ്രാതിനിധ്യം, നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ ലീഗിന്റെ ആളുകളെ നിർത്തി ലീഗിന് ജയിപ്പിക്കാൻ കഴിയുമെന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ, ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്തിനാണ് മറ്റൊരാളെ തിരുവനന്തപുരത്ത് നിന്ന് വയനാട്ടിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത്? ലീഗിന് തന്നെ നിർത്താവുന്ന കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ അവർ നിർത്തി ജയിപ്പിക്കട്ടെ, ജയിക്കുമെന്ന് അവർക്ക് ഉറപ്പാണല്ലോ. കാരണം രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ട് അവരത് ചൂണ്ടിക്കാട്ടിയതുമാണ്. അപ്പോൾ മുന്നണി മാറ്റത്തിന് അനുയോജ്യമായ ഒരു അന്തരീക്ഷം ഒരുക്കാനുള്ള നീക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ നേരത്തെ പറഞ്ഞ കണക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് 26% വരും. അതിനാനുപാതികമായാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് കിട്ടിയ അല്ലെങ്കിൽ സീറ്റ് കിട്ടിയ എണ്ണം നോക്കിയാൽ CPI 1283 സീറ്റ് നേടിയപ്പോൾ അവിടെ ലീഗ് നേടുന്നത് 2131 സീറ്റാണ്. ഏകദേശം ഇരട്ടിയോളം സീറ്റുകൾ അവിടെ ലീഗ് നേടുന്നുണ്ട്. അതായത് 12% വോട്ട് ഷെയർ CPIക്കുള്ളപ്പോൾ 24% ലീഗിന്റെ വോട്ട് ഷെയർ. ജില്ലാ പഞ്ചായത്ത് എടുത്തു നോക്കിയാൽ UDF നേടിയതിലെ 33% ലീഗിന്റെ സംഭാവനയാണ്. മുനിസിപ്പാലിറ്റി എടുത്തു നോക്കിയാൽ 35% ലീഗിന്റെ സംഭാവനയാണ്. അങ്ങനെ എന്തുകൊണ്ടും അർഹതയുള്ള ലീഗിന് ഈ അവഗണന കഷ്ടപ്പെട്ട് സഹിച്ച് അമർഷമെല്ലാം കടിച്ചു പിടിച്ച് തുടരേണ്ട ആവശ്യമൊന്നുമില്ല. അണികളെ കൂടി ബോധ്യപ്പെടുത്തുക, ഇവിടെ സീറ്റ് തന്നില്ലെങ്കിൽ LDFിലേക്ക് പോവുക. അവർ നന്നായി, CPI ഒറ്റയ്ക്ക് ജയിച്ചാൽ ജയിക്കില്ലെന്ന് അറിയാമായിരുന്നിട്ട് 4 സീറ്റ് കൊടുക്കുന്നില്ലേ, ജയിക്കാനുള്ള അവസരം ഒരുക്കുന്നില്ലേ? പരിഗണിക്കുന്ന ഇടത്തേക്കാണ് പോകേണ്ടത്, അല്ലാതെ അവഗണന സഹിച്ച് അവിടെ തുടരുകയല്ല ലീഗ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഒരു കണക്ക് കൊടുത്ത് പറഞ്ഞു, രസകരമായ ഒരു കണക്കാണ്. അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്ന മുസ്ലിം MP-മാരുടെ കണക്ക് വെബ്സൈറ്റിൽ നിന്ന് എടുത്തു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ MP-മാരെ എത്തിച്ചിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ്, 7 പേരെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുസ്ലിം പേരുള്ള ഒരു MP-യെ എത്തിച്ചിരിക്കുന്നത് ആകെ 2 പേരാണ്. ഒരാൾ ആസാമിൽ നിന്നും മറ്റൊരാൾ കിഷൻഗഞ്ചിൽ നിന്നും, അതായത് ബീഹാറിൽ നിന്നും.
മൊത്തം ഇന്റർനാഷണൽ കോൺഗ്രസിന് ലോക്സഭയിലുള്ള മുസ്ലിം എം പിമാരുടെ എണ്ണം 2ആണ്. മുസ്ലിം ലീഗിനുള്ളതും 2ആണ്. അപ്പോൾ ലീഗ് പറയുന്നത് ഇത് തന്നെയാണ്. കേന്ദ്രമന്ത്രിസഭയിൽ ഇന്ന് ഒരു മുസ്ലിം അതുപോട്ടെ BJP ആണ് എന്ന് കരുതാം. ഇത് ഞാൻ പറഞ്ഞത് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുത്ത BJP വിമർശിക്കുന്ന BJP വിമർശിക്കുന്ന കോൺഗ്രസ് ജയിപ്പിച്ചു വന്നത് 2 MP ആകെ 52 പേരാണ്. ആകെ 52 ഉള്ളൂ. ഉള്ളൂ. അല്പം മുമ്പ് കാസിം ഇരിക്കൂർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ നേരത്തെ വയനാട്ടിൽ MI ഷാനവാസ് ഉണ്ടായിരുന്നു, ആലപ്പുഴയിൽ നമ്മുടെ മറ്റേ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി ആരായിരുന്നു ഏതാ കഴിഞ്ഞ പ്രാവശ്യം? കഴിഞ്ഞ പ്രാവശ്യം? ആരിഫ് അല്ലെന്നേ, ആരിഫിന് UDF-ന്റെ. ഷാനിമോളെ തോൽപ്പിച്ചത് അതെ, അപ്പൊ 2 സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ. പക്ഷേ അത് ഇത്തവണ ഉണ്ടാകില്ല എന്നുള്ള ആശങ്ക കൂടി ഈ പറയുന്ന പരാതിക്കാരുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, ഞാനൊന്ന് പൂർത്തിയായിക്കോട്ടെ. ഈ കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പ് എന്താണെന്ന് വെച്ചാൽ, ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് പറയും ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണോ, അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ മത്സരിച്ചേ പറ്റൂ എന്ന്. പക്ഷേ രാജ്യസഭയിൽ അങ്ങനെ ഇല്ലല്ലോ. രാജ്യസഭയിൽ അങ്ങനെ ഒറ്റക്കക്ഷിയാകലോ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൻ്റെ പ്രശ്നവും ഇല്ല. ഭൂരിപക്ഷം ലോക്സഭയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ രാജ്യസഭ വിട്ടുകൊടുക്കാൻ കഴിയാത്തതിനൊരു കാരണമില്ല. നേരത്തെ സ്മൃതി ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ AK ആൻ്റണിക്ക് വേണ്ടി വിട്ടുകൊടുത്ത സീറ്റ് തിരികെ വേണം എന്നുള്ള ന്യായമായ ആവശ്യം മാത്രമാണ് മുസ്ലിം ലീഗ് ഉയർത്തുന്നത് എന്നുള്ളതാണ്. ഇത് ലോക്സഭയിലെ മാത്രം പ്രശ്നമല്ല. കേരളത്തിൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പൊതുവായിട്ടുള്ള അപജയം യഥാർത്ഥത്തിൽ നമ്മൾ കാണാതെ പോകരുത്. അതൊരു മലബാർ പാർട്ടിയായി ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഒരു തെക്കൻ കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിന് ലീഗ് അണികളിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് ഈ തെക്കൻ കേരളത്തിൽ ലീഗിന് മത്സരിക്കാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സീറ്റുകൾ 1987 തിരുവനന്തപുരം വെസ്റ്റ് വിട്ടുകൊടുത്തു. അതോടുകൂടി ആ മേഖലയിൽ നിന്ന്, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മുസ്ലിം ലീഗിന് ഒരു പ്രാതിനിധ്യമില്ലാതെ പോയി എന്നുള്ള. തിരുവനന്തപുരം വെസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ തിരുവനന്തപുരം മണ്ഡലമാണ് പഴയ തിരുവനന്തപുരം വെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നീട് RSP മുന്നണിയിലേക്ക് വരുന്ന സമയത്ത് ഇരവിപുരം വിട്ടുകൊടുക്കേണ്ടി വന്നു. ഇരവിപുരത്ത് നിന്ന് പലപ്പോഴും ലീഗിന് പ്രാതിനിധ്യം ഉണ്ടാകാറുണ്ടായിരുന്നു. നമ്മുടെ യൂനുസ് കുഞ്ഞൊക്കെ നിയമസഭയിലേക്ക് വന്നത് അവിടെയാണ്. മാത്രമല്ല ഇരവിപുരത്തിന് പകരം കിട്ടിയത് പുനലൂരാണ്. പുനലൂര് ഒരു സാധ്യതയുമില്ല. അപ്പൊ തെക്കൻ കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഇവിടെ കളമശ്ശേരി കൂടി തോൽക്കാൻ തുടങ്ങിയതോടുകൂടി ഈ പറയുന്ന തെക്കൻ കേരളത്തിൽ മാത്രമല്ല മധ്യ കേരളത്തിൽ നിന്നും കോഴിക്കോട് പാലക്കാട് തോറ്റു, കോങ്ങാട് അതെ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. തീർന്നില്ല. എനിക്ക് ഇന്നിപ്പോൾ PMA സലാമിൻ്റെ ഒരു വാർത്താക്കുറിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ PMA സലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് ഞാൻ വരികയാണ്. അതായത് ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. ഇതിനകത്ത് PMA സലാം പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ ജനകീയ അടിത്തറ കരുത്തുറ്റതാണെന്ന് തെളിയിക്കുന്ന അഭിമാനകരമായ വിജയമാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. മത്സരിച്ച മുഴുവൻ സീറ്റിലും വലിയ ഭൂരിപക്ഷത്തിലാണ് ലീഗ് പ്രതിനിധികൾ തെരഞ്ഞെടുക്കപ്പെടുന്നത്. ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും തിരിച്ചറിയുന്നത് കൊണ്ടാണ് മുൻ തെരഞ്ഞെടുപ്പുകളെക്കാൾ ഭൂരിപക്ഷം നൽകി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ ബഹുജനം വിജയിപ്പിക്കുന്നത്. ഈ മുന്നേറ്റം പാർട്ടിയുടെ ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുകയാണ്. കൂടുതൽ കരുത്തോടെ മുസ്ലിം ലീഗ് മുന്നോട്ട്. സാധാരണഗതിയിൽ UDF-ന്റെ വിജയത്തെക്കുറിച്ചാണ് പറയാറുള്ളത്, അല്ലെങ്കിൽ UDF-ന്റെ തെരഞ്ഞെടുപ്പിലെ പ്രകടനത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ PMA സലാം പറയുന്നത് ലീഗിൻ്റെ മാത്രം നേട്ടത്തെക്കുറിച്ചാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ലീഗ് മാനസികമായി ഒരുങ്ങിക്കഴിഞ്ഞു എന്ന വിലയിരുത്തലാണ് എനിക്കുള്ളത്. സംഘടനാപരമായ തീരുമാനമായി അത് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാണേണ്ടത്. കാരണം ഒരുപാട് കോൺഗ്രസിനെ ഇപ്പോൾ കൈവിട്ടാൽ ഇപ്പോൾ ലീഗിലുണ്ട് എന്ന് പറയുന്ന വികാരത്തെക്കാൾ വലിയൊരു വികാരം ചിലപ്പോൾ വേറെ ഉയർന്നു വരാൻ, ഒരു തിര പോലെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. നോക്കൂ, ഉണ്ണിഭാഷ കൂട്ടിച്ചേർക്കുന്നുണ്ടോ ഇതിനകത്ത്? ഇല്ല. എനിക്ക് ഈ ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ നോക്കൂ, BJP-യുടെ ഒരു പ്രകടനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം വെള്ളാർ സീറ്റ് LDF BJP-യിൽ നിന്ന് പിടിച്ചു 151 വോട്ടിന്. 2023 മെയ്യിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ CPM വിജയിച്ചപ്പോൾ 2020 രണ്ടാം സ്ഥാനത്തായിരുന്ന BJP 3-ാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളതാണ്. 3-ാം സ്ഥാനത്തായിരുന്ന UDF വോട്ട് ഇരട്ടിയാക്കി 2-ാം സ്ഥാനത്തേക്ക് വന്നു എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ പൂവച്ചൽ പഞ്ചായത്തിലെ കാര്യവും ഒക്കെ നമുക്ക് അറിയാം. കൊല്ലത്തും സ്ഥിതി വ്യത്യസ്തമല്ല എന്നുള്ളതാണ്. നമ്മൾ BJP-യുടെ പക്ഷത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വലിയ നിലയിൽ തിരുവനന്തപുരത്തെ സ്ഥിതിയിൽ തന്നെ ഭയങ്കരമായി ആശങ്കപ്പെടേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയൊക്കെ തന്നെയും പ്രധാന പ്രതിയോഗിയായി വരുന്നത് LDF ആണ് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും മട്ടന്നൂർ എന്നുള്ളത്. മട്ടന്നൂരിൽ നേരത്തെ BJP 2-ാം സ്ഥാനത്തായിരുന്നു. അവിടെ UDF-നെ പിന്നിലാക്കിക്കൊണ്ടാണ് BJP 1-ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ സ്ഥിതിവിശേഷമൊക്കെ തന്നെയും
ഇതൊരു സാമ്പിളായി നമുക്ക് എടുക്കാൻ കഴിയുമെങ്കിൽ ഈ സ്ഥിതിവിശേഷമൊക്കെ തന്നെയും ഇന്നത്തെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൽ പ്രധാനമായി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നതാണ് എന്ന് ഞാൻ കരുതുന്നു. ഒരു സംശയമാണ്. അപ്പം ഇന്റർനാഷണൽ കോൺഗ്രസിൽ എന്തുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം നാമധാരികളായ MP-മാർ കുറയുന്നത്? കേരളത്തിൽ എന്തുകൊണ്ടാണ് ലീഗിനൊരു സീറ്റ് കൂടി കൊടുക്കാത്തത്? 5-ാം മന്ത്രി വിവാദമടക്കം നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് കൊണ്ടും ആ രാഷ്ട്രീയ ഓർമ്മയിൽ നിൽക്കുന്നത് കൊണ്ടുള്ള ഒരു ഭയമാകാൻ സാധ്യതയുണ്ടോ ഉണ്ണി ബാലകൃഷ്ണൻ? അല്ല, നിശ്ചയമായും 5-ാം മന്ത്രി എന്ന് പറയുന്നത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് കോൺഗ്രസിന് ഉണ്ടാക്കിയിരുന്നത്. കോൺഗ്രസിൻ്റെ ഈ പറയുന്ന ലീഗിൻ്റെ ആധിപത്യമുണ്ടായി. അതിനു കൂടാതെ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അത് മതന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മുന്നണി എന്നുള്ളൊരു ഇമേജ്, അവരുടെ ആധിപത്യം എന്നുള്ളൊരു ഇമേജ് യഥാർത്ഥത്തിൽ UDF-ന്റെ ഈ പറയുന്ന ഹിന്ദു സപ്പോർട്ട് എന്ന് പറയുന്നതിനകത്ത് വളരെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിനകത്ത് ഈ 5-ാം മന്ത്രി വന്നതിനകത്ത് ഹിന്ദു സപ്പോർട്ട് മാത്രമല്ല, കേരള കോൺഗ്രസിന് വലിയ എതിർപ്പാണ് ഉണ്ടായിരുന്നത്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വലിയ എതിർപ്പുണ്ടായി. ഒപ്പം തന്നെ ഹിന്ദു വിഭാഗങ്ങൾക്കും വലിയ എതിർപ്പുണ്ടായി. അതിന് അവർക്ക് വലിയൊരു വില കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അത് സ്വാഭാവികമായി അവരുടെ കൈ പൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലീഗിൻ്റെ ആധിപത്യം എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച്, കോട്ടയത്ത് വെച്ച് പ്രഖ്യാപിക്കുകയാണ് ഹൈദരാലി തങ്ങൾ 5-ാം മന്ത്രി എന്നുള്ളത്. ആ രീതിയിലാണ് ആ പ്രഖ്യാപനം നടന്നത്. മഞ്ഞളാംകുഴി അലിയെ കൊണ്ടുവരുന്നത്. പിന്നെ ഇവിടെ ഈ പറഞ്ഞൊരു പ്രശ്നം വെച്ചാൽ ഈ അവിടെയാണ് അതിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നമാണ്. അതായത് ലീഗ് ഇപ്പോൾ CPM-ലേക്ക് അല്ലെങ്കിൽ LDF-ലേക്ക് പൊയ്ക്കളയാമെന്ന് വിചാരിക്കുന്നുണ്ടോ? അഥവാ ലീഗിനെ CPM-ഉം LDF-ഉം ഉൾക്കൊള്ളാൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഞാനതിനെ അങ്ങനെ കാണുന്നില്ല. കാരണം എന്താ വെച്ചാൽ, എന്താണ് LDF-ൻ്റെ ഒരു പ്രത്യേകിച്ച് CPM എന്ന് പറയുന്നത്? കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. ആ വോട്ട് ബാങ്കാണ് CPM-ൻ്റെ ഏറ്റവും വലിയ വോട്ടെന്ന് പറയുന്നത്. രണ്ടാമത് ആ മുന്നണിയിൽ ഇപ്പോൾ കേരള കോൺഗ്രസ് നിൽക്കുന്നുണ്ട്, ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട്. ഈ ലീഗിനെ ഇങ്ങോട്ടേക്ക് സ്വീകരിച്ച് ആ സമുദായത്തിൻ്റെ പിന്തുണ ആർജിക്കുക എന്നുള്ളതല്ല CPM-ൻ്റെ രാഷ്ട്രീയ നയം. മറിച്ച് CPM-ൻ്റെ രാഷ്ട്രീയ നയം എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രതിസന്ധി ആ ജനതയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ പിന്തുണ ആർജിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ആ സമുദായത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇങ്ങോട്ട് എടുത്തു വയ്ക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് 2026 ഇപ്പോൾ തന്നെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ലീഗിനെ ഞാൻ കാണുന്നില്ല. ലീഗിന് അങ്ങനെ അങ്ങോട്ടേക്ക് ചെന്ന് കയറാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. നേരത്തെ ലീഗിനെ ഉൾക്കൊണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ LDF-ൻ്റെ ഒരു പ്രത്യേക കോമ്പിനേഷനകത്ത് ഞാൻ അത് അത്ര എളുപ്പമുള്ളൊരു വഴിയായിട്ട് കാണുന്നില്ല. അവിടെ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞോട്ടെ. നോക്കൂ, ആ സാഹചര്യം, അതായത് ലീഗ് ഇപ്പോൾ LDF-ലേക്ക് പോവുക എന്ന ആ സാഹചര്യം പൂർണ്ണമായി നിലനിൽക്കുന്നില്ല. ഉണ്ടെന്ന് നമ്മൾ എന്തിന് വെറുതെ ഒരു തോന്നലുണ്ടാക്കണം? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ LDF-നെ സംബന്ധിച്ചിടത്തോളം സ്വന്തം നിലക്ക് നിലനിൽക്കാം. 2, UDF-നെ നശിപ്പിച്ചിട്ടാണ് ഈ ലീഗ് അപ്പുറത്തേക്ക് പോയത് എന്ന പഴി കേൾക്കേണ്ടി വരും. അത് ആർക്കാണ് ഗുണമുണ്ടാവുക? അത് ആ സാഹചര്യം ആരാണ് ഉപയോഗിക്കാൻ മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇപ്പോൾ ഒറ്റയ്ക്ക് ലീഗ് മത്സരിച്ചാൽ പോലും മലബാറിൽ കോൺഗ്രസിന് ഒരൊറ്റ സീറ്റ് ജയിക്കാൻ കഴിയില്ല. കാസർഗോഡ് മുതൽ പാലക്കാട് വരെ ഒരൊറ്റ സീറ്റിൽ കോൺഗ്രസിന് ജയിക്കാൻ കഴിയില്ല. ലീഗ് 2 സീറ്റുകൾ നേടും, ബാക്കി സീറ്റുകൾ LDF നേടുമെന്നുള്ള അവസ്ഥയാണ്. അതൊക്കെ തന്നെയും UDF പക്ഷപാതികളായ ലീഗുകാരുണ്ടാവുമല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉയർത്തുന്ന വിമർശനത്തെക്കാൾ വലിയ വിമർശനം, ഒരു തിര പോലെ വലിയ വിമർശനം ഉയരുമെന്നുള്ളതാണ്. നേരത്തെ മറ്റൊരു പോയിന്റ് പറഞ്ഞല്ലോ, അതായത് 5-ാം മന്ത്രി മഞ്ഞളാംകുഴി അലി എന്ന് ഹൈദരാലി തങ്ങൾ ഒരു പേപ്പർ നോക്കി വായിച്ചത്. ആ സാഹചര്യം നമ്മൾ ഓർക്കണം. അന്ന് കുഞ്ഞാലിക്കുട്ടി, കുഞ്ഞുമാണി എന്ന രീതിയിൽ പ്രചരണം നടക്കുന്ന കാലഘട്ടമാണ്. ഇന്ന് നായർ വിഭാഗക്കാരനായിട്ടുള്ള VD സതീശൻ, ഈഴവ വിഭാഗക്കാരനായിട്ടുള്ള K സുധാകരനാണ് പാർലമെന്ററി പാർട്ടി നേതാവായും പ്രതിപക്ഷ നേതാവായും നിൽക്കുന്നത്. മാത്രമല്ല, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ പ്രാധാന്യം മുന്നണിയിൽ നശിച്ചുകൊണ്ടിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ലീഗിന് ഒരു 3-ാം ലോക്സഭാ സ്ഥാനം നൽകുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു 2-ാം രാജ്യസഭാ സീറ്റ് കൊടുക്കുന്നതുകൊണ്ടോ ഈ തരത്തിലുള്ള ഒരു പ്രചരണം ഉണ്ടാവില്ല. ഇല്ല, ആ പ്രശ്നമില്ല. കാരണം ചിലപ്പോൾ 2011 ആ സാഹചര്യം ഇപ്പം നിലനിൽക്കുന്നില്ല UDF-നെ സംബന്ധിച്ച്. കാരണം ഇപ്പോൾ കേരള കോൺഗ്രസ് പോയി UDF-ന് നിശ്ചയമായും 2-ാം കക്ഷി എന്നുള്ള നിലയ്ക്ക് ലീഗിൻ്റെ ഈ ആവശ്യത്തെ പരിഗണിക്കാവുന്നേ ഉള്ളൂ. അതിനൊന്നും തർക്കമില്ല. ആൻഡ് ദേ ഡിസേർവ് ഇറ്റ്. അങ്ങനെ തന്നെയാണല്ലോ. പ്രശ്നം എന്നുള്ള രീതിയിലല്ല, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി തങ്ങളിലുള്ള അണികളിൽ വരുന്ന ആ ഭൂരിപക്ഷ അണികളെ ഈ പറയുന്ന ഒരു സീറ്റ് കൂടി വിട്ടുകൊടുക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ മുസ്ലിം നാമധാരികളെ കൂടുതൽ MP-മാരെ നിർത്തുന്നതിലൂടെയോ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടോ എന്നതാണ് ചോദ്യം. കാരണം നോക്കൂ, എങ്ങനെയാണോ BJP മുസ്ലിം MP-മാരെ ഒഴിവാക്കുന്നത്, സമാനമായ രീതിയിലാണ് ഇവരുടെ കാര്യത്തിലുള്ള കുറവുണ്ടാവുന്നത്. കേരളത്തിൽ നോക്കൂ, കേരളത്തിലെ നാമധാരി എന്ന രൂപത്തിൽ കാണാമോ? ഡോക്ടർ അരുൺ, ഒരു കാര്യം കൂടിയുണ്ട്. അതായത് 3-ാം സീറ്റ് ലീഗിന് നൽകുന്നതിൽ കോൺഗ്രസിനുള്ള ബുദ്ധിമുട്ട് എന്താണ്? ആ ഭാഗം കൂടി നമ്മൾ എടുത്തു പോകണം. കോൺഗ്രസ് എപ്പോഴും ഈ നായർ, ഈഴവ, ക്രിസ്ത്യൻ, മുസ്ലിം വളരെ കുറവാണ്, നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ. അപ്പോൾ ഈ സാമുദായിക സമവാക്യം ഏറ്റവും കൂടുതൽ നോക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. UDF-ന്റെ കാര്യം എടുക്കുമ്പോൾ അത് കൃത്യമായി അവർ പാലിക്കും. ഓരോന്നും എണ്ണി തിട്ടപ്പെടുത്തിയാണ് കൊടുക്കുന്നത്. ഇവിടെ ലീഗിന് ഒരു സീറ്റ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ BJP-യിലേക്ക് പോകാൻ സാധ്യതയുള്ള തെന്നിത്തെറിച്ച്
നിൽക്കുന്ന കയ്യാലപ്പുറത്തെ കുറെ വോട്ടുകൾ ഉണ്ടെന്നേ. ആ വോട്ടുകൾ നഷ്ടമാകുമെന്ന് കോൺഗ്രസ് ഭയക്കുന്നുണ്ട്. അതാണ് പ്രശ്നം. അല്ലാതെ ലീഗിനോടുള്ള അതൃപ്തിയോ ഒന്നുമല്ല. പക്ഷെ CPIM-ന് ആ ഭയമില്ല. അവർക്കൊപ്പമുള്ള കേഡർ വോട്ടുകൾ, ഞാൻ അതായത് അതിൽ സുജയ് പറഞ്ഞതിനോട് യോജിക്കുന്നു. അതാണ് എന്റെ ഒരു ആശങ്ക. കോൺഗ്രസിനുള്ളിലുള്ള ഉള്ളിൽ നിന്ന് പോകും വോട്ട് ചോർച്ച. UDF-ന്റെ ആശങ്കയല്ല, നേരത്തെ കോൺഗ്രസിന്റെ ആശങ്കയാണ്. UDF-നുള്ളിലെ ആശങ്കയേ അല്ല, കോൺഗ്രസിനുള്ളിലെ ആശങ്ക. അത് കോൺഗ്രസ് എങ്ങനെയാണോ അതാണ് പറഞ്ഞത്, BJP-യുടെ ഒരു ബി ടീം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു മൃദു ഹിന്ദുത്വ ലൈൻ പാർട്ടിയുടെ സംഘടനാ രീതി സൂക്ഷിക്കുന്നുണ്ടോ എന്ന് ഭയമാണ്. ഞാൻ ആശങ്കയായിട്ട് ഇവിടെ നോക്കൂ, CPI-യുടെ സീറ്റുമായിട്ട് നമ്മൾ ലീഗിന്റെ സീറ്റ് താരതമ്യം ചെയ്യരുത്. CPI-ക്ക് LDF-ൽ CPM 4 സീറ്റ് കൊടുക്കുന്നത് ചരിത്രപരമായ CPI-യുടെ റോൾ കൊണ്ടാണ്. CPI-യിൽ നിന്നാണല്ലോ CPM ഉണ്ടാകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർലമെന്റിൽ കൃത്യമായ പ്രാതിനിധ്യം ഉണ്ടാവുക എന്നുള്ളത് CPM-ന്റെ കൂടി ഒരു ആഗ്രഹമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 4 സീറ്റ്, അല്ലാതെ CPI-ക്ക് 4 സീറ്റിൽ സ്വാധീനമുണ്ടെന്ന് CPI പോലും അവകാശപ്പെടില്ല. അതേസമയം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ മത്സരിക്കുന്ന 25 സീറ്റുകൾ ഡിവൈഡഡ് ബൈ 7 കൂട്ടിയാൽ അവർക്ക് 3 സീറ്റിനുള്ള അവകാശമുണ്ട്. ഒന്നുകൂടി ഉണ്ട് കേട്ടോ, അതായത് CPI 4 സീറ്റിൽ മത്സരിപ്പിക്കുന്നെങ്കിലും വിന്നബിലിറ്റി ഉള്ളത് ഒരു സീറ്റിലാണ്. ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ മുസ്ലിം ലീഗിൽ അങ്ങനല്ല, 2 സീറ്റിൽ വയനാട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നോക്കരുത്. നോക്കേണ്ടത് മാവേലിക്കര എന്താ വിന്നബിലിറ്റിയില്ലേ, തിരുവനന്തപുരം വിന്നബിലിറ്റി ഉള്ള സീറ്റ് ആയിരുന്നില്ലേ, അതുപോലെ തൃശ്ശൂർ വിന്നബിലിറ്റി ഉള്ള സീറ്റ് ആയിരുന്നില്ലേ. പൊന്നാനി ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്, പിന്നീട് അത് വയനാടായി മാറി എന്ന് മാത്രമേ ഉള്ളൂ. പൊന്നാനിയിലും ഇപ്പോഴും LDF-ന് വിജയസാധ്യതയുള്ള സീറ്റായിരുന്നു. ഇനി അത് വയനാട്ടിലേക്ക് പോയാൽ നോക്ക്, ഞാൻ ഒരു കാര്യം പറയാം ഡോക്ടർ അരുൺ, അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ആണെങ്കിൽ തന്നെയും ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കാൻ പോകുന്ന ഒരു മണ്ഡലമായിരിക്കും വയനാട് ലോക്സഭാ മണ്ഡലം ആനി രാജയിലൂടെ. അതിന് കാരണം ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, നോക്കൂ, ഇന്ന് ദേശീയ തലത്തിൽ നമുക്ക് ഉയർത്തിക്കാണിക്കാൻ കഴിയുന്ന നമ്മുടെ കേരളത്തിൻ്റെ ഒരു വികാരവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ബിംബമുണ്ട് എങ്കിൽ ദേശീയ തലത്തിൽ അത് ആനി രാജയാണ്. പക്ഷേ എൻ്റെ ഒരു സംശയം, അതൊക്കെ തിയറട്ടിക്കലി ശരിയാണെങ്കിലും ഇന്നലത്തെ ചർച്ചയിൽ ഉണ്ണി ബാലകൃഷ്ണൻ ഇത് സൂചിപ്പിച്ചു, ഒരു ഭാഗത്ത് ഏകദേശം 13% വരുന്ന സഭാ നേതൃത്വം ശക്തമായി ഇടഞ്ഞു നിൽക്കുകയാണ്. അവരുടെ ഒരു വോട്ട് ഇടതുപക്ഷത്തിന് ഈ ഘട്ടത്തിൽ കിട്ടുമെന്ന് കരുതുന്നുണ്ടോ? കർഷകരുടെ കാര്യം ഒരു കാര്യം, ഞാൻ അംഗീകരിക്കുന്നു. വന്യമൃഗ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, അല്ല, വന്യമൃഗ ആക്രമണത്തിന്റെ കാര്യത്തിലൊക്കെ തന്നെയും സ്വാഭാവികമായും ആന്റി. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതാ ഇന്നത്തെ നമ്മൾ ഇന്നലെ മുഴുവൻ ചർച്ച ചെയ്തിട്ടുള്ളത് എന്താണ്, അല്ലെങ്കിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്, പിണറായി വിജയൻ സർക്കാരിനെതിരെ ആന്റി ഇൻകംബൻസി ഉണ്ട്, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുന്നു. ഞാനും അത് അംഗീകരിച്ച ആളാണ്. പക്ഷേ നമ്മളിത് പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിലേക്ക് നോക്കുമ്പോഴേക്കും അങ്ങനെയാണ് പിന്നെ ലോക്സഭയിൽ ഡിഫറൻറ്റ് പിന്നെ പറയുന്നത് ഈ പറയുന്ന ആന്റി അവിടെ വരണമെന്നില്ല. നിയമസഭയിൽ എങ്ങനെയാ ഘടകമാവുന്നത്? അല്ല, ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് നോക്കുക, അത് നമ്മൾ ഒരു സബ് പോയിന്റ് ആണ്. അതായത് പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ, രാഹുൽ ഗാന്ധി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ തന്നെയാണ് മത്സരിക്കുന്നത് വേഴ്സസ് ആനി രാജയാണെന്ന് വിചാരിച്ചോളൂ. കഴിഞ്ഞ തവണ എത്രയാ സ്മൃതി രാഹുലിന് കിട്ടിയത്? 2 ലക്ഷത്തിൽ താഴെ ആയി എന്ന് വിചാരിച്ചോ, അതുണ്ടാകുന്ന പ്രതിച്ഛായ നഷ്ടം എത്രയായിരിക്കും? 2 ലക്ഷം ഞാൻ കൂട്ടുന്നില്ല, ഞാനൊന്ന് കടുപ്പിച്ച് പറയാൻ വേണ്ടി പറയുന്നു മാത്രമേ ഉള്ളൂ. 1 ലക്ഷമൊക്കെ ആയി പോയാൽ ഉണ്ടാകാവുന്ന അടിയുടെ ആഴം എത്രയാണ്, അടിയുടെ ആഘാതം എത്രയാണ്? അവിടെ രാഹുൽ ഗാന്ധി, നേരത്തെ അരുൺ പറഞ്ഞതാണ് കറക്റ്റ്, രാഹുൽ ഗാന്ധി വരാൻ പോകുന്നില്ല. അങ്ങനെയൊന്നും കുറയാൻ സാധ്യതയില്ല. അല്ല, രാഹുൽ കുറയാൻ സാധ്യതയില്ല. നിങ്ങൾ തിരിച്ചാണ് ആനി രാജ ആണെങ്കിൽ അവിടെ ക്രിസ്ത്യൻ വോട്ട് ആനി രാജക്കും കൂടെ സ്പ്ലിറ്റ് ചെയ്തു പോകും. മാത്രമല്ല മുസ്ലിം വോട്ടുകൾ ഈ നിലയിലാണ് പോകുന്നതെങ്കിൽ മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ തന്നെ ഷിഫ്റ്റ് ചെയ്യും. കാരണം രാഹുൽ ഗാന്ധി കേരളത്തിൽ അങ്ങനെയല്ല സ്മൃതി, നിങ്ങൾ ലീഗുകാരോട് വിളിച്ച് സംസാരിച്ചു. അപ്പോ അവര് കൃത്യമായി രാഹുൽ ഗാന്ധി ഉണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ ബിജെപിക്കെതിരെ എടുക്കുന്ന സ്വന്തം നിലപാടിൽ വെള്ളത്തിലാവും. അതൊരിക്കലും ലീഗ് ചെയ്യില്ല. എന്തിന് കേരളത്തിൽ വന്ന് CPI-ക്കെതിരെ മത്സരിക്കുന്നു എന്ന ചോദ്യം ലീഗ് ഉയർത്തുവോ? പരസ്യമായി ഉയർത്തുവോ? രഹസ്യമായി നല്ല ഒന്നാന്തരമായി ഉയർത്തും. രാഹുൽ ഗാന്ധി
എം ഹസനെയോ ഷാനിമോൾ ഉസ്മാനോ ഒക്കെ വന്നാൽ ഔട്ട് ഓഫ് ക്വസ്റ്റൻ ആണ് ലീഗ് എടുക്കാൻ പോകുന്ന നിലപാട്. അത് പക്ഷെ രാഹുൽ ഗാന്ധി വരുന്നതിനെതിരെ ലീഗില് മുറുമുറുപ്പുണ്ട്, ലീഗിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ലീഗ് അത് രഹസ്യമായി പറയുന്നുണ്ട്, പരസ്യമായി ഇതുവരെ രാഹുലിന്റെ കാര്യത്തിൽ മാത്രം ഒരു അഭിപ്രായവും അവർ രാഹുൽ ഇല്ലെങ്കിൽ വയനാട് രാഹുൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നത്? അത് വേറെ വിഷയം. അത് വേറെ വിഷയമല്ല. വിശദമായി ചർച്ച രാഹുൽ ഗാന്ധി ചെയ്തതാണ്. എവിടെയെങ്കിലും മത്സരിക്കണ്ടേ? അമേഠി ഞാൻ സോറി അതായത് അമേഠിയിലും റായ്ബറേലിയിലും സോണിയാഗാന്ധി പിൻവാങ്ങിയല്ലോ. അമേഠിയിൽ നിന്നും കൂടി രാഹുൽ ഗാന്ധി പിൻവാങ്ങിയ പിന്നെ ഇവരെന്തിനാണ് അവിടെ പോയി 17 സീറ്റിൽ മത്സരിക്കുന്നത്? സമാജ്വാദി പാർട്ടി 17 സീറ്റ് കൊടുത്തിരിക്കുകയാണ്. അവിടെ രാഹുൽ ഗാന്ധി അമേഠിയിലും പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിലും മത്സരിക്കുന്നില്ല. സമാജ്വാദി പാർട്ടി ഇതിനകത്ത് കുറച്ച് സീറ്റെങ്കിലും നിങ്ങൾ പ്രധാനപ്പെട്ട ആളുകളെ ആനി രാജയ്ക്ക് എന്തുകൊണ്ടാണ് CPI-യുടെ ഒരു കാലത്തെ ബാസ്റ്റനായ ബംഗാളിൽ പോയി മത്സരിക്കാത്തത്? CPI-യുടെ ദേശീയ നിർവാഹക സമിതി അംഗമായ ആനി രാജ എന്തുകൊണ്ടാണ് വെസ്റ്റ് ബംഗാളിൽ പോയി മത്സരിക്കാത്തത്? എന്തിനാണ് വെസ്റ്റ് ബംഗാളിൽ പോയി മത്സരിക്കേണ്ടത്? പണ്ട് കമ്മ്യൂണിസ്റ്റ് കോട്ടയല്ലായിരുന്നു വെസ്റ്റ് ബംഗാൾ. എന്താ കോണ്ടെക്സ്റ്റ് എന്താ? നിങ്ങൾ അമേഠിയിൽ പോയി രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന് പറഞ്ഞാൽ തിരിച്ചു ഒരു ചോദ്യം ഉണ്ടാവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ തൃണമൂൽ കോൺഗ്രസിൽ പോയി മത്സരിച്ചുകൂടെ? സോറി, ആനിരാജയ്ക്ക് കേരളവുമായി ബന്ധമുണ്ട്. രാഹുൽ ഗാന്ധിക്ക് കേരളവുമായി ദേശീയ പാർട്ടിയിലെ നേതാവ് രാഹുൽ ഗാന്ധി കെ സാറേ അതായത് റായ്ബറേലിയിൽ സോണിയാഗാന്ധി ജയിച്ചു നിൽക്കുകയാണ്, സിറ്റിംഗ് സീറ്റാണ്. അമേഠിയിൽ വെറും 50,000 വോട്ടിനാണ് രാഹുൽ ഗാന്ധി തോറ്റത്. ഇപ്രാവശ്യം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, തലയിൽ കുടവായിട്ട് പോവാണ് സ്മൃതി ഇറാനി. കാരണം ആ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല, സ്ത്രീ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ അവിടെ ആ പറയുന്ന നഷ്ടം, ആ പറയുന്ന കോൺഫിഡൻസ് കുറവ്, അത് ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാനുള്ള ധൈര്യം രാഹുൽ ഗാന്ധിക്ക് ഇല്ല എങ്കിൽ ഇവിടെ വന്ന് വയനാട്ടിൽ മത്സരിക്കുകയാണെങ്കിൽ ആ കഷ്ടം. ശരി, നമ്മളുടെ ലീഗ് ഇടഞ്ഞു എന്നതാണ് ചോദ്യം. യെസ് എന്ന് 5, നോ എന്ന് 0. Meet the editors.